ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ മോളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. മോളുടെ പിറന്നാൾ അംഗൻവാടിയിൽ വെച്ച് വളരെ സന്തോഷത്തോടെ ആഘോഷിച്ച മോളും അവളുടെ ടീച്ചറും കൂട്ടുകാരും ചേർന്ന് നടന്ന കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ്. കേക്ക് മുറിച്ചതും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയതുമായ കുറേ നല്ല നിമിഷങ്ങൾ ഈ വീഡിയോയിലുണ്ട്. മോളുടെ ഈ കൊച്ചു പിറന്നാൾ ആഘോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? മോൾക്കിന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകളും കേക്ക് മുറിക്കുന്നതൊക്കെ ഓൾക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ. അതൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അംഗൻവാടിയിലെത്തി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കേക്കിൻ്റെ പരിപാടിയിലേക്കൊക്കെ നിൽക്കുന്നത്. നമ്മൾ മക്കളെ എന്നും അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കി വരുന്നല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എൻ്റെ മോളെ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നതൊക്കെ. ഓള് നിൽക്കുന്നതും ഭയങ്കര സൈലൻ്റായി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നിട്ടോ. നമ്മളെ മക്കൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഇതാണല്ലോ അംഗൻവാടി എന്ന് പറയുന്നത്. എൻ്റെ മകൾക്ക് ഇന്നലെയാണ് കേട്ടോ 3 വയസ്സാകുന്നത്. ആ 3 വയസ്സ് അന്ന് ഇവളെ കൊണ്ടാക്കുള്ളൂ. പക്ഷെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അംഗൻവാടിക്കൊക്കെ പോകാൻ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പോലൊക്കെ തുടങ്ങിയത്. നെക്സ്റ്റ് എല്ലാ കുട്ടികളും കാത്തിരിക്കുന്ന കേക്ക് മുറിയാണ് കേട്ടോ. ഒരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളെ ആദ്യമായിട്ടാണ് അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കുന്നതും ഒക്കെ. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളെ ആസ് എ മോം എന്ന രീതിയിൽ ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളാവും. നമുക്ക് സന്തോഷത്തോടു കൂടി കണ്ണീര് ഒക്കെ പാടി വരുന്ന ഒരു നിമിഷമാണ് കേട്ടോ ഇത്. നമ്മളെ മക്കളൊക്കെ വലുതായി ഒരു കലാലയത്തിലേക്ക് ഒരു ചുവട് വെക്കുന്ന ഒരു സമയമാണല്ലോ, അതിലേക്ക് സ്റ്റാർട്ടിങ് ആണല്ലോ എന്നൊക്കെ കരുതുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ളൊരു ഫീലിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്തു. ഓരോ സന്തോഷം കൂടിയും കാണുമ്പോൾ നമ്മളെ മനസ്സ് നിറയും, കുട്ടികളുടെ മനസ്സ് നിറയണമല്ലോ. അങ്ങനെ ഒരു സന്തോഷ നിമിഷങ്ങളായിരുന്നു കേട്ടോ. പിന്നെല്ലാം അവള് എല്ലാ കുട്ടികൾക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ കളറായിരുന്നു, മെയ്ഗ് കളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രയോൺസുകൾ. അപ്പോൾ പിന്നെ അതൊക്കെ കൊടുത്തു. അത് കിട്ടുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. കാരണം പിന്നെ എല്ലാവരും കൂടി പിടിച്ചെത്തിയിട്ടൊക്കെ പറ്റുന്നത്. പിന്നെ ഓല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് കുട്ടികളെ ബഹളം കൊണ്ടാണ് ഞാൻ ഓൺവോയ്സിന് കൂടുതൽ കൊടുക്കുന്നത്. എനിക്കത് കിട്ടി, എനിക്കിതാണോ അങ്ങനെ ഇങ്ങനെ കുട്ടികളിങ്ങനെ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്കും സന്തോഷമായി, കൂടെയുള്ള കുട്ടികൾക്കും സന്തോഷമായി, നമുക്കും സന്തോഷമായി കേട്ടോ. അങ്ങനെ നല്ലൊരു സന്തോഷമുള്ള ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ എൻ്റെ മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതാവുന്നത് എന്നുള്ള ഒരു തോട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ആ ഒരു ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കണമൊക്കെ കണ്ടപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായി. നമ്മളെ മക്കളെ നമ്മൾ അതുവരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ കയ്യിലിട്ടിട്ട് നമ്മൾ ഒരുക്ക് കൊടുക്കുന്നു ഇരിക്കുന്നു എന്നൊക്കെ എല്ലാം ഓരോ ഇതാണല്ലോ. ഇതൊക്കെയാണ് അംഗൻവാടിയിലെ ബർത്ത്ഡേ ആഘോഷം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഫൈനൽ ബർത്ത്ഡേ ആഘോഷം വരുന്നുണ്ട് കേട്ടോ.